നിർമാല്യം ഒക്കെ മാറ്റി അഭിഷേകം തുടങ്ങിയപ്പോൾ തന്നെ കണ്ണിൻ്റെ മുഖത്തൊരു വേദന പോലെ. അച്ഛൻ തിരുമേനി, നീർണു, എനിക്ക് നീർണു. എന്താ ഉണ്ണി നീർണേ? എവിടെയാ നീർണേ എന്ന് ചോദിച്ചപ്പോൾ പറയാ, എന്നെ ശകാരിക്കോ? ഇല്ല, ശകാരിക്കില്ല. പറയൂ, എന്താ ഉണ്ടായേ? അതുണ്ടല്ലോ, രാത്രിയിലേ തെടപ്പള്ളിയിൽ ഒരു വെണ്ണക്കുടം തൂക്കിയിട്ടിട്ടില്ലേ, അവിടെ ഒരു എലി. ഓഹോ, സത്യാച്ചൻ തിരുമേനി. എന്നിട്ടോ? അപ്പോൾ ആ എലിയെ ഓടിക്കാൻ പോയതാ ഞാനവിടെ എത്തിയപ്പോൾ എലി തട്ടിൻ്റെ മുകളിലേക്ക് കയറി. ഓ, അപ്പോൾ ഞാൻ ആ വെണ്ണക്കുടം അവിടെ തൂക്കിയിട്ടാ പിന്നെ എലി വരില്ലേ? അതുകൊണ്ട് ഞാൻ ആ കുടം താഴെ ഇറക്കി വെച്ചു. താഴെ ഇറക്കണ സമയത്തെ എൻ്റെ കാല് മടങ്ങി ഞാൻ താഴെ വീണു. വെണ്ണക്കുടം എൻ്റെ മേലേക്കും വീണു. അച്ഛൻ തിരുമേനി മുഖം പൊത്തി വിരിച്ച് ചിരിച്ചു. കണ്ണൻ്റെ കുറുമ്പൻ കഥ കേട്ടിട്ട് ചിരി അടക്കാനാവണില്ല. എന്നിട്ട് പിന്നെ ചോദിച്ചു, എവിടെ? മുട്ടൊന്നും നോക്കട്ടെ. പാവം, മുട്ട് ശരിക്കും പൊട്ടിയിട്ടിരിക്കണു. കുഞ്ഞുണ്ണിയുടെ മുട്ട് പൊട്ടിയിരിക്കണ കണ്ടപ്പോൾ അച്ഛൻ തിരുമേനിക്ക് നെഞ്ചൊന്ന് പിടഞ്ഞു. പൊന്നുണ്ണി വരൂ, അച്ഛൻ തിരുമേനി മരുന്ന് പുരട്ടിത്തരാം എന്ന് പറഞ്ഞ് കുറേ പച്ച ഇലകളൊക്കെ ചതച്ച് ഒരു മരുന്ന് കൂട്ടുണ്ടാക്കി അരച്ച് ആ കാൽമുട്ടുകളിൽ വെച്ച് കൊടുത്തു. കണ്ണൻ്റെ മുഖത്തെ വേദന കണ്ടപ്പോൾ തിരുമേനി വേഗം പോയി വെണ്ണയൊക്കെ ഉരുട്ടി കൊണ്ടുവന്നു കണ്ണൻ്റെ 2 കൈകളിലും വെച്ച് കൊടുത്തു. ഇത് കഴിച്ചോളൂ, അപ്പം വേദനയൊക്കെ മാറും. കണ്ണന് സന്തോഷമായി. എന്നിട്ട് പോകാൻ നേരത്ത് അച്ഛൻ തിരുമേനി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഇനി തെടപ്പള്ളിയിൽ എലി വരില്ല കേട്ടോ. കണ്ണനൊന്ന് നോക്കി. ഞാൻ ആ വെണ്ണക്കൂടെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. കണ്ണൻ കണ്ണടച്ച് ചിരിച്ചു. ഓ, ഈ അച്ഛൻ തിരുമേനിക്ക് എല്ലാം മനസ്സിലായി. 2 പേരും അന്യോന്യം നോക്കി ചിരിച്ചു. നമ്മുടെ മനസ്സിലെ കുറുമ്പിലും കരുണയിലും ഒക്കെ ഭഗവാനുണ്ട്. അവയെ ശുദ്ധമാക്കി നയിക്കാനും ദിവ്യശക്തിയാക്കാനും എന്നും കുറുമ്പായും കരുണയായും കൂടെ ഉണ്ടാവണേ കണ്ണാ. സർവം കൃഷ്ണാർപ്പണമസ്തു.